ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വേറൊരു വീട്ടിൽ നിൽക്കുന്നതാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ താത്തായുടെ വീട്ടിലാട്ടോ, ഏറ്റവും മൂത്ത താത്തായുടെ വീട്ടിലാണ്, മങ്കരയിലാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്, ഓരോരുത്തരുടെ വീട്ടിലോ എവിടെ സൗകര്യം വെച്ചെങ്കിൽ അവിടെ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായല്ലോ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇന്നലെ താത്തായുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് അവരുടെ വീടിൻ്റെ ബാക്ക് വശത്തേക്കൊക്കെ പോയപ്പോൾ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് ആ വീട്ടിൽ. ഞാൻ ഈ ഇഷമോളേനെ ഒക്കെ പ്രസവിച്ചെടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 38 വരെ എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ താത്താടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ 56, 60 വരെയൊക്കെ താത്താടെ വീട്ടിലാണ് നിന്നേക്കുന്നത്. നമ്മുടെ ഇല കേട്ടോ, മൂത്രം കടച്ചിലിനുള്ള ഇലയാണത്. അപ്പോൾ ഈ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇഷമോളേനെ കുളിപ്പിച്ചിരുന്നതും എന്താ അവരുടെ തുണികൾ തിരുമ്പിയിരുന്നതും ഇവിടെ അപ്പോൾ ആ കാലഘട്ടത്തിലേക്കൊക്കെ പോയിട്ട് ഇവിടെ വന്നപ്പോൾ പെരയുടെ പിന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തതാണ്. ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ, വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഞാൻ മുറിച്ചേക്കണം. നിറയെ പുളി ഉണ്ടായിരുന്നതായിരുന്നു അത്. അതെന്താ മുറിച്ചെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ ഒരു ബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാറും ആൾക്കാരൊക്കെ വന്നു. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവർക്ക് PUCയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ നേരെ വീട്ടിലേക്കും പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഫയലും സാധനങ്ങളും ഒക്കെ എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അവർ അതൊക്കെ എടുത്ത് വെച്ച് അവരങ്ങനെ പോയി. ഞാൻ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും വന്നു കേട്ടോ. അങ്ങനെയാണ് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തിയും മുട്ട റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ച് വരുമ്പോഴേക്കും നമുക്കൊരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ കയറി ഒരു അരമണിക്കൂറോളം ഉണ്ടാവും കേട്ടോ. അത് കഴിയുന്നതോട് കൂടിയിട്ട് എൻ്റെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രാവിലത്തെ ആ വീഡിയോ പിടിക്കാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തി ചുട്ടു, അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കുഞ്ഞുനെ പിന്നെ കൊണ്ടാക്കാൻ പോകണ്ടപ്പോൾ ഇന്ന് പോയിട്ടില്ല, ഇന്നലെ പോയിട്ടാണ്. സൈക്കിൾ നേരെയാക്കിയപ്പോൾ ഇപ്പോൾ സൈക്കിളിലാണ് അവൻ പോണത്. പിന്നെ മറ്റവരനെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മദ്രസയിലൊക്കെ കൊണ്ടാക്കാനൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് പോകണം. അപ്പോഴത്തേനും ചപ്പാത്തി മൊത്തം ചുട്ട് കഴിക്കണം എന്നുള്ളൊരു ഇതിൽ ഞാൻ വേഗം വേഗം ചുട്ടെടുക്കട്ടെ. അപ്പോൾ എല്ലാം പരത്തി വെച്ചതിന് ശേഷമാണ് ചുടാൻ നിന്നത്. രണ്ടും കൂടി ആകുമ്പോൾ ചപ്പാത്തി ശരിക്കും പോലെ അങ്ങോട്ട് ചുട്ടെടുക്കാൻ പറ്റണില്ല. എന്താ ഒന്നാമത് ഞാൻ മറക്കുക, അടുപ്പത്ത് ചപ്പാത്തി ഉള്ളത് മറക്കും. എന്നിട്ട് അത് ചിലപ്പോൾ കരിഞ്ഞുണ്ടാവും, ചിലപ്പോൾ ഒരു സൈഡ് വെന്തുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആവും. അപ്പം ഞാൻ വിചാരിച്ചു വേഗം എല്ലാതും കൊണ്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നല്ല പോലെ അങ്ങോട്ട് ചുടാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പരത്തിയതിന് ശേഷം കേട്ടോ ചുട്ടത്. നല്ല ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മേടിച്ച് നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി വെച്ചിട്ടുണ്ടാക്കിയ ഗോതമ്പാട്ട. നല്ല പൊള്ളക്കുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു കേട്ടോ. മൈദൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഐഷമോള് മദ്രസ ഇട്ട് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാട്ടോ ചായ കുടിക്കാൻ. അതും പാൽ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ചായ ആരുടെ ബാക്കിയായാലും വേണ്ടിയില്ല ഇരുന്ന് കുടിച്ചോളും, അങ്ങനെയാണ് കേട്ടോ. ബാക്കിയൊന്നും ആരുടെയും ബാക്കി കഴിക്കില്ല. ചായ കിട്ടി കഴിഞ്ഞാൽ അത് ആരുടെ ആയാലും വേണ്ടിയില്ല എടുത്ത് കുടിക്കും. അത്ര ഇഷ്ടമാട്ടോ ചായ. അപ്പം ഞാൻ പറയാണ് ചായ ഇങ്ങനെ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ പറയും ഞാൻ കുടിക്കുമെന്ന് പറയാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അവരൊക്കെ എന്നിട്ട് അങ്ങനെ സ്കൂളിൽ പോയി. ഞാൻ വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, പണികളൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അലക്കിയത് തോരട്ടിട്ടില്ല, അലക്കിയത് അതിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി അതൊന്ന് തോരടണം, അത്ര പണികളാണ് ഉള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ മാക്സി ആണ്ടാ, കഫ്താൻ മാക്സി ആട്ടോ ഇട്ടേക്കണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെ ഒരു മാക്സി വാങ്ങിക്കണതും ഇടണതൊക്കെ. അപ്പോൾ ഒരു പൂതി ഇങ്ങനെ വീഡിയോയിലും ഓരോരുത്തരൊക്കെ ഇടുന്നൊക്കെ കണ്ടിട്ട് എനിക്കൊരു പൂതി, ഒരു കഫ്താൻ മാക്സി വാങ്ങിക്കണമെന്നും ഇടണമെന്നൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അപ്പുറത്തെ വീട്ടിലത്തെ ജാസിയും കൂടിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതാട്ടോ. അങ്ങനെ റീൽസ് കണ്ടിട്ട് തന്നെ അവരുടെ ഒരു പേജിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. സംഭവം വന്നത് നമ്മൾ കണ്ടതും വന്നതൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ കൈ ഇങ്ങനെ പൊന്തി നിൽക്കണ കൈയായിരുന്നു, അത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അടിച്ചു. അങ്ങനെ ഇടാറില്ലല്ലോ നമ്മൾ, അങ്ങനെ കൈ ഇടാത്ത കാരണം എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ, ബാക്കിയൊക്കെ ഓക്കെയാണ്. കൈ ഇങ്ങനെ അടിച്ചു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മാക്സി എടുക്കുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് പറ്റില്ല, ഇഷ്ടാവില്ല എന്നൊക്കെ കേട്ടാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കണ്ടിട്ട് ഒരു ചുരിദാറെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഫ്താൻ്റെ.
പക്ഷേ ചുരിദാറൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിത് നമുക്ക് ഇനി ഇട്ടിട്ട് വേണ്ട തോന്നുകയാണെങ്കിൽ ഇതുകൊണ്ടൊരു ചുരിദാറാക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ ഇപ്പോഴത്തെ മോഡല് ഫ്രോക്ക് നൈറ്റി, അങ്ങനെ ആക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതൊരെണ്ണം വാങ്ങിച്ചു കൂട്ടാ, ആഗ്രഹിച്ചതൊരെണ്ണം വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. പിന്നെ ഇനി ചോറ് തിന്നണം. ഇപ്പം സമയം എന്തായെന്നറിയോ, ഞാൻ വീഡിയോ എടുക്കുന്നത് 12 മണി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചോറിന് കൂട്ടാൻ മിഞ്ഞാന്നത്തെ കുടുതക്കറിയായിരുന്നു, അത് ഉണ്ട്, ചോറുണ്ട്. അപ്പം ഇനി ചോറ് കഴിക്കണം, വിശക്കുണ്ട്. അല്ലെങ്കിൽ ചപ്പാത്തി തന്നെ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.